ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോൾ പണ്ട് കേട്ടിരുന്ന ഒരു മനോഹരമായ ശബ്ദമുണ്ട്. ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയുടെയും ഭക്തിഗാനങ്ങളുടെയും ശബ്ദം. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് ജീവിക്കുന്നു എന്ന വാക്ക് വെറും ഒരു പഴഞ്ചൊല്ലല്ല, മറിച്ച് തലമുറകളായി ക്രിസ്തീയ ഭവനങ്ങൾ അനുഭവിച്ചറിഞ്ഞ വലിയൊരു സത്യമാണ്. എന്നാൽ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. ടെലിവിഷൻ സീരിയലുകളും സോഷ്യൽ മീഡിയ റീലുകളും മൊബൈൽ ഫോണുകളും അനാവശ്യമായ കൂട്ടുകെട്ടുകളും നമ്മുടെ സായാഹ്നങ്ങളെ കീഴടക്കി കഴിഞ്ഞു. ഇതിനിടയിൽ പല കുടുംബങ്ങളിലും ആദ്യം മുടങ്ങിപ്പോകുന്ന എന്താണ്? അത് സന്ധ്യാപ്രാർത്ഥനയാണ്. ഇന്ന് നല്ല തിരക്കാണ്, നാളെ പ്രാർത്ഥിക്കാം. ഇന്ന് നല്ല ക്ഷീണമുണ്ട്, ഇന്ന് ബൈബിൾ വായിക്കണ്ട എന്നിങ്ങനെ നമ്മൾ പറയുന്ന ന്യായീകരണങ്ങൾ സാത്താൻ നമുക്ക് തരുന്ന കെണികളാണെന്ന് തിരിച്ചറിയണം. കുടുംബ പ്രാർത്ഥന വെറും ഒരു ചടങ്ങല്ല, അത് ഒരു വീടിന്റെ ആത്മീക ആവരണമാണ്. ഇത് മുടങ്ങുമ്പോൾ ആ വീട്ടിൽ ആത്മീകമായും മാനസികമായും എന്തൊക്കെ തകർച്ചകളാണ് സംഭവിക്കുന്നതെന്ന് ബൈബിൾ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ വളരെ ഗൗരവമായി നാം ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ കാവലിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ, അതുകൊണ്ട് മിസ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും ഭീകരമായ കാര്യം ആ വീടിന് ചുറ്റുമുള്ള ദൈവിക സംരക്ഷണത്തിന്റെ മതിൽ തകർന്നു പോകുന്നു എന്നതാണ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. എന്താണ് ഈ വാക്യത്തിന്റെ ആഴം? നമ്മൾ ജീവിക്കുന്നത് ഒരു ആത്മീക യുദ്ധഭൂമിയിലാണ്. പത്രോസ്ലീഹ പറയുന്ന പോലെ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി പിശാചു ചുറ്റി നടക്കുകയാണ്. ഒരു കോട്ടയ്ക്കുള്ളിൽ ജീവിക്കുന്ന സൈന്യത്തിന് ആ കോട്ടയുടെ മതിൽ എത്രത്തോളം സുരക്ഷിതമാണോ നൽകുന്നത്, അതുപോലെയാണ് ഒരു കുടുംബത്തിന് ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥന. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ നടന്നിരുന്നപ്പോൾ അവിടെ ദുർമരണങ്ങളോ വലിയ തകർച്ചകളോ മദ്യപാനത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അടിയൊഴുക്കുകളോ വളരെ കുറവായിരുന്നു. കാരണം പ്രാർത്ഥനയിലൂടെ ആ വീടിന് ചുറ്റും ഒരു ദൈവിക അഗ്നി വലയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രാർത്ഥന മുടങ്ങുമ്പോൾ ആ മതിൽ തകരുകയാണ്. പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സാത്താൻ ദൈവത്തോട് സംസാരിക്കുന്നു, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അതെ, ദൈവഭയമുള്ള കുടുംബങ്ങൾക്ക് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ തന്നെ ആ വേലി പൊളിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയില്ലാത്ത വീട്ടിലേക്ക് പിശാചിന് കടന്നു വരാൻ വലിയ അധ്വാനമൊന്നും വേണ്ട. അവൻ നിസ്സാര കാര്യങ്ങളിലൂടെ, മൊബൈൽ സ്ക്രീനുകളിലൂടെ, അവിശ്വാസത്തിലൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകളെ കടത്തിവിടും. ആത്മീക പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കുടുംബം പാപത്തിലേക്ക് വളരെ വേഗം വീണുപോകും. അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ വീടിന്റെ കാവൽക്കാരനെയാണ് നിങ്ങൾ പടിക്ക് പുറത്താക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ പ്രധാന വിഷയം കുടുംബങ്ങളിലെ സമാധാനക്കേടും വഴക്കുകളുമാണ്. ഇന്ന് പല ഭവനങ്ങളിലും ഭർത്താവും ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ യാതൊരു സമാധാനവുമില്ല. നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ വഴക്കും ബഹളവുമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഇത്രയധികം കൂടുന്നത്? എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം സംശയിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്? ഇതിന്റെയൊക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ പ്രാർത്ഥനയുടെ അഭാവം കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒത്തുകൂടുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്.
ഈ വചനം കുടുംബങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തമാണ്. ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ചെറിയ മുറിയിൽ പ്രപഞ്ചനാഥനായ യേശുക്രിസ്തു വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. അവിടുന്ന് സമാധാനത്തിന്റെ രാജാവാണ്. എന്നാൽ പ്രാർത്ഥന മുടങ്ങുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം ആ വീട്ടിൽ നിന്ന് കുറഞ്ഞു പോകും. ദൈവ സാന്നിധ്യം ഇല്ലാതാകുന്നിടത്ത് സ്വാഭാവികമായും സാത്താന്റെ സ്വാധീനം കൂടും. സാത്താന്റെ പ്രധാന ആയുധം ഭിന്നതയാണ്. അവൻ ഭർത്താവിന്റെ മനസ്സിൽ കോപവും, ഭാര്യയുടെ മനസ്സിൽ അസംതൃപ്തിയും, മക്കളുടെ മനസ്സിൽ അനുസരണക്കേടും വിതയ്ക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ പരസ്പരം ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉയർന്നു നിൽക്കുന്ന ചില പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈ വചനം ദിവസവും ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് തന്റെ പങ്കാളിയോടോ മക്കളോടോ ദീർഘകാലം പിണങ്ങിയിരിക്കാൻ കഴിയില്ല. പ്രാർത്ഥന മുടങ്ങുമ്പോൾ ഈ ക്ഷമിക്കാനുള്ള മനസ്സ് ഇല്ലാതെയാവുകയും ഈഗോ വർദ്ധിക്കുകയും കുടുംബം ഒരു നരകമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് വീട്ടിലെ സമാധാനക്കേടിന് കാരണം തിരക്കി നമ്മൾ മന്ത്രവാദികളുടെയോ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകേണ്ടതില്ല. നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് നോക്കിയാൽ മതി. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവനായ നമ്മുടെ മക്കളുടെ ആത്മീക തകർച്ചയാണ്. ഇന്ന് പല മാതാപിതാക്കളും എന്നോട് പരാതി പറയാറുണ്ട്, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ അനുസരിക്കുന്നില്ല, അവർക്ക് പള്ളിയിൽ പോകാൻ മടിയാണ്, അവർ വഴിതെറ്റിപ്പോകുന്നു എന്നൊക്കെ. എന്നാൽ മാതാപിതാക്കളായ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുത്തത്? സദൃശവാക്യങ്ങൾ 22:6 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അനുകരിക്കുന്നത്. മാതാപിതാക്കൾ സന്ധ്യാസമയമാകുമ്പോൾ ടിവിയുടെ മുൻപിലോ മൊബൈലിലോ ആണോ ഇരിക്കുന്നത്? മക്കളും അത് തന്നെ ചെയ്യും. എന്നാൽ എത്ര വലിയ തിരക്കിനിടയിലും അമ്മയും അപ്പനും ബൈബിൾ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് കാണുന്ന ഒരു കുട്ടി ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകാൻ പഠിക്കുകയാണ്. കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആത്മീയ അടിത്തറയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അവർ വളർന്ന് കോളേജുകളിലോ വിദേശത്തോ ഒക്കെ പോകുമ്പോൾ വലിയ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഉണ്ടാകും. ആ സമയത്ത് അവരെ താങ്ങി നിർത്തുന്നത് കുട്ടിക്കാലത്ത് കുടുംബത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഓർമ്മകളാണ്. യൂറോപ്പിലെയും മറ്റു വിദേശ രാജ്യങ്ങളിലെയും പല വലിയ ദേവാലയങ്ങളും ഇന്ന് മ്യൂസിയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിന്റെ കാരണം അവിടുത്തെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങി. അടുത്ത തലമുറയ്ക്ക് വിശ്വാസം കൈമാറാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കേരളത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് ഈ അവസ്ഥ വളരെ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വലിയ വിദ്യാഭ്യാസമോ സ്വത്തോ നൽകുന്നതിനേക്കാൾ പ്രധാനം അവർക്ക് ദൈവഭയം നൽകുക എന്നതാണ്. കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആത്മീകമായി അനാഥരാക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തേതും അവസാനത്തേതുമായ കാര്യം, നമ്മുടെ ജീവിതത്തിലെ ദൈവിക അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നു എന്നതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പണവും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്നതെന്ന്. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹമില്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനം വ്യർത്ഥമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. കുടുംബ പ്രാർത്ഥന എന്നത് വെറും ഒരു യാചനയല്ല, അത് ദൈവത്തോടുള്ള നന്ദി പ്രകാശനമാണ്. ഒരു ദിവസം മുഴുവൻ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്, നമുക്ക് തന്ന ആരോഗ്യത്തിന്, ഭക്ഷണത്തിന്, ഇതിനൊക്കെ നന്ദി പറയുന്ന സമയമാണ് സന്ധ്യാപ്രാർത്ഥന. നന്ദിയുള്ള ഹൃദയങ്ങളിലാണ് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. നമ്മൾ പ്രാർത്ഥന മുടക്കുമ്പോൾ
ദൈവത്തിൽ നിന്ന് നമ്മെ തന്നെ അകറ്റുകയാണ് ചെയ്യുന്നത്. 127 സങ്കീർത്തനം 1 വാക്യം പറയുന്ന പോലെ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. എത്രയൊക്കെ പണം സമ്പാദിച്ചാലും ആ പണം രോഗങ്ങൾക്കോ കേസുകൾക്കോ മറ്റ് തകർച്ചകൾക്കോ വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇന്ന് പലർക്കുമുണ്ട്. ഇതിനെയാണ് ബൈബിളിൽ ഓട്ടസഞ്ചിയിൽ പണം നിക്ഷേപിക്കുന്നത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഭവനത്തിൽ സമൃദ്ധി ഉണ്ടാകാം, പക്ഷേ സമാധാനത്തോടെയുള്ള ദൈവിക അനുഗ്രഹം ഒരിക്കലും ഉണ്ടാകില്ല. നമ്മുടെ ബിസിനസ്സുകൾ പച്ചപിടിക്കാനും മക്കൾക്ക് നല്ല ജോലി ലഭിക്കാനും രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാനും നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ നന്മയുടെ ഉറവിടമായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ കണക്ഷനാണ് അവിടെ വെച്ച് കട്ടായി പോകുന്നത്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയുടെ വഴിയിലേക്ക് തിരികെ വരിക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിച്ച 4 കാര്യങ്ങളും വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ ആത്മീക മതിൽ തകരാതിരിക്കാൻ, കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാൻ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിറയാൻ കുടുംബ പ്രാർത്ഥന പുനരാരംഭിച്ചേ മതിയാകൂ. ഇന്ന് ഈ വീഡിയോ കാണുന്നവരിൽ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ ദിവസങ്ങളായോ മാസങ്ങളായോ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കണ്ട. ഇന്ന് എന്ന ദിവസം മുതൽ നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥനാ മുറിയിൽ ഒത്തുകൂടുക. ഒരു ചെറിയ പാട്ട് പാടുക, ഒരു അധ്യായം ബൈബിൾ വായിക്കുക, പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ അല്പം മടി കാണിക്കുന്ന കുടുംബങ്ങളിലേക്കും ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലെയുള്ള ബൈബിൾ അധിഷ്ഠിതമായ ആത്മീക ചിന്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ പൂർണ്ണമായും നിങ്ങൾ കാണുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.